നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പറയാൻ പോകുന്നത് ഒരു 32 വയസ്സുകാരൻ്റെ ഒരു കഥയാണ്. അതെന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ പറയും ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളാണ് അങ്ങനെ താഴോട്ട് പോകുന്നത്, അവരാണ് മെൻ്റലി ഫിസിക്കലി വളരെയധികം തകർന്നു പോകുന്നത് എന്ന്. പക്ഷേ സ്ത്രീകളെക്കാൾ കൂടുതൽ പല രീതിയിൽ തകർന്നു പോകുന്ന പുരുഷന്മാരുമുണ്ട്. എല്ലാവരുടെ മനസ്സ് ഒരേപോലെ തന്നെയാണ്, പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്ന വേ ആണ് വ്യത്യാസമായിട്ടുള്ളത്. സ്നേഹം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള പലർക്കും ആ ഒരു ബ്രേക്കപ്പിൻ്റെ സമയത്ത് തിരിച്ചു വരാൻ വലിയ പ്രയാസമായിരിക്കും. ഉറക്കമില്ലാത്ത രാത്രികൾ, ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റില്ല, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമ്മളോട് പറയും അത് പോട്ടെ, നീ തിരിച്ചു വായോ, പുതിയ ഡിസിഷൻസ് എടുക്കാം, മറക്കുക എന്നൊക്കെ. ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരിക്കും. പാർട്ട്ണർ ഇല്ലാതെ, അതായത് അവനോ അവളോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മളൊരു ഇരുട്ട് റൂമിൽ അകപ്പെട്ടിട്ടുള്ളൊരവസ്ഥ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു. ആ കഥ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ലൈഫിൽ 1 വർഷം കൊണ്ട് ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. മാരേജ് വരെ ആ കാര്യങ്ങളൊക്കെ എത്തി, വീട്ടിലൊക്കെ സപ്പോർട്ടാണ്. പക്ഷേ എതിർ കക്ഷിയുടെ, അതായത് പാർട്ട്ണറുടെ വീട്ടിൽ ചെറിയൊരു വിഷയം ഉണ്ടായി. പക്ഷെ അപ്പോഴും കട്ടക്ക് നിന്ന ആ പെൺകുട്ടി പെട്ടെന്നൊരു ദിവസമാണ് മറ്റൊരു മാരേജിന് തയ്യാറെടുക്കുന്നത് അറിഞ്ഞത്. ഇത് അറിഞ്ഞത് മുതൽ ഇയാളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് പിന്നെ ഈ ലോകത്തിലൊന്നും തന്നെ അയാൾക്ക് വേണ്ടിയിട്ടില്ല എന്നുള്ളൊരു സ്റ്റേജിലെത്തി. എന്നെ കാണാൻ വരുന്ന സമയത്ത് ഏകദേശം രാവിലെ 10 മണിയൊക്കെയാണ്. വൈകിട്ട് 3:30 വരെ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് സംസാരിച്ചു. ആ മനുഷ്യൻ്റെ മുന്നിൽ നന്നായി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ രീതിയിലും ഫാമിലിയിലായിക്കോട്ടെ സൊസൈറ്റിയിലായിക്കോട്ടെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രോത്ത് സ്റ്റേജിലുള്ള ഒരു വ്യക്തിയാണ്. ആ മനുഷ്യനെ ഇത്രയും തകർത്ത ആ ഒരു ഇമോഷൻ എന്തായിരിക്കും? ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇവനത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ തന്നെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് നമ്മൾ എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ഈ ലോകം മുഴുവൻ നമുക്കെതിരാണ്. മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുമ്പോഴും ദേഷ്യം, വിഷമം, സങ്കടം, കുറ്റബോധം എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ വളരെ മോശക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഉറക്കമില്ലാതിരിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടല്ലോ, സൂയിസൈഡിനെ കുറിച്ചാണ് നിരന്തരം ചിന്തിക്കുക. മരണം. ആ സമയത്തൊന്നും ഒരാൾക്കും കൂടുതൽ എന്താ പറയുക, ഉപദേശിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ ചാൻസ് ഇല്ല. ഞാൻ എഗെയിൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഒരു സ്നേഹബന്ധം, നമ്മൾ ട്രസ്റ്റ് കൊടുക്കുന്നത്, സ്നേഹം കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ ഒരാൾക്ക്, എൻ്റെ പാർട്ട്ണർക്ക് ഞാൻ സ്നേഹം കൊടുക്കുന്നു, അയാളും എന്നെ സ്നേഹിക്കുന്നു. ഒരു സമയം എത്തുമ്പോൾ ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്യുകയാണ്. അയാൾ എന്നെ സ്നേഹിച്ച ആ സ്നേഹം കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ സ്നേഹം കൊണ്ട് ഞാൻ പോകുക എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? ഓക്കെ, അയാളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ചിന്തിക്കാനുള്ള കഴിവ്, അയാളുടെ ഹാപ്പിനെസ്, അയാളുടെ തോട്ട്സിൻ്റെ സ്ട്രെങ്ത്ത് എല്ലാമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അയാളുടെ ഇത്രയും വർഷത്തിൽ അയാൾ സമ്പാദിച്ചു വെച്ച കാണുന്നതും കാണാത്തതുമായിട്ടുള്ള എല്ലാ എനർജിയുമായിട്ടാണ് ഞാൻ പോകുന്നത്. എവിടേക്കാ? മറ്റൊരാളുടെ അടുത്തേക്ക്. മറ്റൊരാളെ സ്നേഹിക്കാനും അയാളുടെ സ്നേഹം റിസീവ് ചെയ്യാനും ഞാൻ ഓക്കെയാണ്. ഞാൻ ആദ്യം ഇയാളിൽ നിന്ന് സ്നേഹം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ സ്നേഹം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്നാൽ കഴിയില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാം. നിങ്ങളൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത്, ഞാനാണ് നിങ്ങളെ തേച്ചിട്ട് പോയത്. സങ്കല്പിക്കാം, ഞാൻ നിങ്ങളെ സ്നേഹമൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലത്തെ സ്നേഹമൊക്കെ ആരുടെ കയ്യിലുള്ള? എൻ്റെ കയ്യിൽ. പക്ഷേ അതിൻ്റെ നമ്മളെല്ലാ പ്രോഡക്റ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കുന്നത്. പുതിയൊരു പ്രോഡക്റ്റോ സർവീസോ നമ്മൾ കാണുമ്പോൾ, അപ്ഗ്രേഡ് ചെയ്തത് കാണുമ്പോൾ നമ്മൾ എടുക്കാൻ പോകും. ഇപ്പോൾ ഐഫോണൊക്കെ ഓരോ വർഷവും നമ്മൾ പുതിയതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൽ നമ്മൾ കുറേയും കൂടെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി അങ്ങോട്ട് പോകും. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നു. പക്ഷെ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മുഴുവനായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം കൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ്? 0യാണ്.
നിങ്ങളുടെ കയ്യിൽ ഇത്ര കാലം സമ്പാദിച്ച ഒന്നുമില്ല. ഇനി ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണോ? വേണോ? അതായത് ഞാൻ മറ്റൊരു ഹാപ്പിനെസ്സിലോട്ട് പോയി. ഇവൻ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ പോവുകയും ചെയ്തു, നിങ്ങൾ അവിടെ ഒറ്റപ്പെടുകയും ചെയ്തു. ക്ലിയർ? നിങ്ങൾക്കിനി മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ആര് തന്നെ നിങ്ങളെ ഉപദേശിച്ചിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങൾ സ്റ്റെപ്പ് എടുക്കണം. നിങ്ങൾ റിയാലിറ്റിയിലോട്ട് കടന്നു വരണം. നിങ്ങളെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച ആ വ്യക്തി അവരൊക്കെയാണ്. നഷ്ടപ്പെട്ടത് നിങ്ങളുടെ നല്ല ദിവസങ്ങൾ, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരാളെ, അതായത് നിങ്ങളെ കളിയാക്കില്ല എന്ന് ഉറപ്പുള്ള ഒരാളോട് നിങ്ങളുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തുറന്ന് പറയുക. ഓക്കെ? ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധത്തിലായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നു, അവളങ്ങനെ പോയില്ലേ, ദേഷ്യം വിഷമം സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. അത് ഒരാളോട് തുറന്ന് പറയുക. ഫസ്റ്റ് നിങ്ങൾ അത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു നിമിഷത്തിൽ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. നമുക്ക് പോസിറ്റീവായിട്ടാണ് തോന്നും. ചിലപ്പോൾ റിവെഞ്ച് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ലിസണറെയോ കോച്ചിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ ഒക്കെ കാണാം. അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരാളോട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ് നിൽക്കുന്നത് ഞാൻ പറയട്ടെ. നെഗറ്റീവിലാണ് സ്ട്രെങ്ത് ഉള്ളത്. കാരണം കഴിഞ്ഞു പോയതിലാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡിപ്രഷൻ, ആ ഒരു ആങ്സൈറ്റി, അതിലിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് പാസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, അല്ലേ? ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. ഫുള്ള് ബ്ലാങ്ക് ആണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഈ ലെവലിൽ നിന്നുള്ള ഫോക്കസ്, പാസ്റ്റിൽ നിന്നുള്ള ഫോക്കസ് മാറ്റിക്കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലോട്ട് ക്ലാരിറ്റിയും ഫോക്കസും മാറ്റണം. നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ഇതിനൊരു ആക്ഷൻ എടുത്തേ മതിയാക്കും. ഇങ്ങോട്ട്, അതായത് ഫ്യൂച്ചറിലോട്ട് ഫോക്കസ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്വപ്നങ്ങൾ വേണം. എല്ലാ സ്വപ്നങ്ങളും പോയിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പറ്റ ആളുകളുണ്ട്, ഇല്ലേ? ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന, ഒരുപാട് ഹാപ്പിനെസ് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഈ ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇനി നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളൊരു പടുകുഴിയിൽ നിന്ന് ചതിക്കപ്പെട്ട, ഈ വിഷമിച്ച, ഈ ഒറ്റപ്പെട്ട പടുകുഴിയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് കയറി വരാൻ പറ്റുമെങ്കിൽ നിങ്ങളെയും അത്ര സ്ട്രോങ് ആക്കുന്ന മറ്റൊരു മോട്ടിവേഷനോ മറ്റൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയോ ആരുടേതും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്കിനി ലൈഫിൽ എന്ത് ചലഞ്ചസ് വന്നാലും നേരിടാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് ഓൾറെഡി. ഈ വേദനയിലൂടെയൊക്കെ നിങ്ങൾ ആർജിച്ചെടുക്കുന്നത് ആ ഒരു കരുത്ത് തന്നെയാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി, സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള, ഡിസിഷൻ എടുക്കാനുള്ള, ഓരോ വ്യക്തികളെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. ഇനി നിങ്ങൾ വേണ്ടത് ഫോക്കസ് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാനുകളാണ്. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു വേദനയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഫെയിലിയർ ആയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നിന്ന് ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്? ആ മാറ്റം എഴുതി വെക്കാം. ഈ നിമിഷത്തിൽ നിന്ന് ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വേണ്ടത്? ഒരു ചെറിയ ആക്ഷനെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ തീരുമാനിക്കുക. നേരത്തിന് ഭക്ഷണം കഴിക്കാനിരിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങാൻ ശ്രമിച്ചു നോക്കുക. ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങളെ ചതിച്ചിട്ടേച്ച് പോയ അവനക്കോ അവൾക്കോ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ സെൽഫിന് വേണ്ടി മാത്രം. നിങ്ങൾ ആദ്യം ഫ്യൂവൽ കൊടുക്കേണ്ടത് സെൽഫിനാണ്.
ക്ലിയർ? ഓരോ ദിവസവും 1% ഇമ്പ്രൂവോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 90 ദിവസത്തിനുള്ളിൽ നിങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ട്രഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വമ്പിച്ച ട്രാൻസ്ഫോർമേഷൻ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ആളുകളെ കോച്ച് ചെയ്തിട്ടുള്ള ആ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. ഫെയിലിയർ, ബ്രേക്കപ്പ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന ബ്രേക്കപ്പിന് നമുക്ക് വളരെയധികം പെയിൻ ഉണ്ടായിരിക്കും. കാരണം ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹോർമോണൊക്കെ ഈ ലെവലുണ്ടായിരിക്കും, ഹാപ്പി ഹോർമോണുകളൊക്കെ. അവിടെ നിന്നാണ് പെട്ടെന്ന് താഴോട്ട് വരുന്നത്. ഇത് ബോഡിക്കും മൈൻഡിനും പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. ഇതൊന്ന് നമ്മുടെ ബോഡി അലൈൻ ചെയ്ത് വരണമെങ്കിൽ 40 ഡേയ്സ് മുതൽ 90 ഡേയ്സ് വരെയാണ് അതിൻ്റെ ഒരു കാലാവധി. അപ്പോൾ ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റ് ഡെയിലി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അമേസിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓർക്കുക, ആരോ ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി കരയാനോ വേദനിക്കാനോ സമയം കളയാനോ ഉള്ളതല്ല നിങ്ങളുടെ ലൈഫ്. ഇപ്പോൾ ഉള്ള പോയിന്റിൽ നിന്ന് പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷൻ വേണം, നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ബെറ്റർ ആവാന്ന് അറിയില്ല എന്നുള്ളൊരു പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട് കൂടെ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കണക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ടായിരിക്കും.